മേൽപ്പത്തൂർ ഭഗവാനെ വിളിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു പേരുണ്ട്. എന്താ അത്? പ്രതിനിമിഷ നവീനൻ എന്ന് വിളിക്കും ഭഗവാനെ, ഗുരുവായൂരപ്പനെ. പ്രതിനിമിഷ നവീനൻ എന്നാണ് അത്. ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം കിട്ടും. എന്താ അത്? ഓരോ നിമിഷം കാണുമ്പോഴും പുതിയതായിട്ട് തോന്നുന്നത് ഭഗവാനെ. ഒരു വട്ടം ഒന്ന് തൊഴുക, എന്നിട്ട് ഒന്ന് മാറുക, എന്നിട്ട് വീണ്ടും ഒന്ന് തൊഴുക. അപ്പൊ ഇത്ര നേരം കണ്ട ആളല്ലോ. ഓരോ തവണ തൊഴുമ്പോഴും പുതിയ ആളെയാണ് ഞാൻ കാണുന്നത് എന്ന പ്രതീതി മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരാളാണ് ഗുരുവായൂർ. ഇപ്പൊ കണ്ട ആളെ അല്ല കുറച്ചു നേരം കഴിഞ്ഞ് കാണുന്നു. നിങ്ങൾ ഉച്ചപൂജയ്ക്ക് കയറി തൊഴുകുമ്പോൾ ഒരു അലങ്കാരം കണ്ടു എന്ന് വിചാരിക്കാം. അപ്പൊ ഇന്ന് ചമ്രം പടിഞ്ഞ് ഒരു കയ്യിൽ ഓടക്കുഴലും ഒരു കയ്യിൽ വെണ്ണയും പിടിച്ച് യശോദമ്മ വരുന്നിരിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു ഉണ്ണിയാണ് ശ്രീലകത്തുള്ളത് എന്നാണ് കേട്ടത്. അപ്പൊ നിങ്ങൾ ഉച്ചപൂജയ്ക്ക് കയറി അതേ അലങ്കാരം തന്നെയാണ് ദീപാരാധന സമയത്തുണ്ടാവുക. നാളെ രാവിലെ മാത്രമേ അലങ്കാരം മാറ്റുള്ളൂ നിർമ്മാലത്തിന് ശേഷം. പക്ഷെ നിങ്ങൾ ഉച്ചപൂജയ്ക്ക് കാണുമ്പോൾ നിങ്ങളെ നോക്കി ഒരു ചിരിക്കുന്ന കണ്ണനാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വൈകുന്നേരം ദീപാരാധനയ്ക്ക് കയറി കഴിയുമ്പോൾ നിങ്ങളെ നോക്കി കൊഞ്ഞാൻ കാണിക്കുന്ന ലക്ഷണമാവും. കുറച്ചു നേരം കഴിഞ്ഞ് പോകുമ്പോൾ അമ്മ ചീത്ത പറഞ്ഞു പറഞ്ഞ് കരയുന്ന ലക്ഷണമാവും. കുറച്ചു നേരം കാണുമ്പോൾ ഗുരുവായൂരപ്പൻ അവിടെ ഉള്ള ആളുകളുടെ ഒക്കെ നോക്കി മുഖത്ത് നോക്കി ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കുന്ന ലക്ഷണമാവും. ഓരോ നിമിഷം നോക്കുന്തോറും ഭഗവാന്റെ രൂപം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുക. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ പ്രതിനിമിഷ നവീനൻ എന്ന് ഭഗവാനെ വിളിച്ചത്.